ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ വീടാണല്ലേ അമ്മ, ഇത് എൻ്റെ അമ്മയുടെ വീടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ആരാണ്. അപ്പം ഞാൻ ഇന്ന് റേഡിയോ ഒക്കെ ആയിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഊഞ്ഞാമി ചലഞ്ചാണ്. വേറെ ആരുടെ ഊഞ്ഞാമിയല്ല, എൻ്റെ ഊഞ്ഞാമി ആണ്. ഇത് ജോക്കുട്ടൻ. ഹായ് ജോക്കുട്ട. ഓക്കെ. ഇത് ജിയാ മരിയ ജേസൻ. ഹായ്. ഇത് ജെറിസ് ജാസൻ. ജെറിഫർ ജാസൻ. അപ്പൊ ഇവർ 5 പേരുമാണ് ഈ മത്സരത്തിലുള്ളതല്ലേ? ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും വെയിറ്റ് കുറവ് മാർക്ക് മേടിക്കുന്ന ആൾക്ക് നമ്മൾ ഇഞ്ചി തിന്നാൻ കൊടുക്കുന്നതായിരിക്കും അല്ലേ അമ്മ? ഇഞ്ചിയുള്ള. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം. അതിനു മുന്നേ ഇന്നത്തെ റേഡിയോയിലേക്ക് ടാർഗറ്റ് ഒരു 10,000 ആണ്. അപ്പം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് തരിക. അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കണം. എനിക്ക് ആരാണ് ജീവൻ എന്ന് പേരിട്ടത്? ഓരോരുത്തരായിട്ട് പറഞ്ഞു. ജെനി പറ ആദ്യം. ഇല്ല. ആണോ ജീവ? അല്ല. പൊന്നു പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു കൈ നോക്കട്ടെ. അല്ല, ജെറിക്സ് പറയട്ടെ. ജെറിക്സ് ഒരു ഉത്തരം പറയട്ടെ. ആണോ? അല്ല. ജിയ ഒരു ഉത്തരം പറ. ആരാ? ആ അല്ല. ആണോ ജീവ? അല്ല. പൊന്നു ജോക്കുട്ടൻ പറഞ്ഞോ. അപ്പുചേട്ടൻ. കറക്റ്റ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. ജീവൻ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ കുറച്ചുകൂടെ പഴയതിലോട്ട് പോകും. വളരെ അവൻ കണ്ടിട്ടില്ല. കുറച്ച് പഴയതിലേക്ക് പോയിക്കോ. ഓരോരുത്തരും ഓരോ ഓപ്ഷൻ പറയട്ടെ. ജീവൻ കൊണ്ട് ചോദിക്കേ. സിനിമയുണ്ട്, അതിൽ 2 സിനിമയിലെ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ മതി. അയാൾക്ക് നമ്മൾ പോയിന്റ് കൊടുക്കുന്നത്. കുറച്ച് പഴയ സിനിമയാണ്. പഴയതെന്ന് പറഞ്ഞാൽ ഭയങ്കര പഴയതല്ല. ആ ഓക്കെ, ഞാൻ ക്ലൂ കൊടുക്കുന്നില്ല. ജീവൻ പറഞ്ഞു. നിങ്ങള് കണ്ടിട്ടുണ്ട്? അല്ല. നമ്മളൊരു മാക്സിമം ടൈം കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ടൈം ഔട്ട് പറയുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്നല്ലേ നല്ലത്? അതെ. അല്ല. 10 സെക്കൻഡ് ഒരാൾക്ക് ഓരോ ഓപ്ഷൻ കൊടുക്കുക. ജീവ ടൈം ഉണ്ട്. 10 9 8 7 4 3 2 1. അധികം കപ്പിയാരെ കൂട്ടാൻ മതി. നിന്നെ അടുത്ത ചോദ്യം ചോദിച്ചു. അടുത്ത ചോദ്യം, എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന നല്ല ഇഷ്ടമല്ലാത്ത ഫുഡ്. അടുത്ത ആള്. ഇഡലി. ആണോ ജീവ? ഒട്ടും ഇഷ്ടമല്ല. ഇത് സാധനം ഒട്ടും ഇഷ്ടമല്ല. അമ്മ ഉണ്ടാക്കി കൊടുക്കും, പക്ഷെ ഇഷ്ടമല്ല. സഹിച്ച് കഴിക്കും. ജിയമോള് പറയട്ടെ. അല്ല. ഇന്ന് ജോക്കുട്ട ഭയങ്കര സ്കോറിംഗ് ആണ്. ജോക്കുട്ടൻ പറഞ്ഞു പുട്ട്. അടുത്ത ചോദ്യം, എനിക്ക് രാത്രി പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം. ചായ കുടിക്കാൻ. എടാ കുറച്ചടുത്തെത്തി. ഇല്ല, രാത്രി പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ബീച്ച്. ജോങ് വീണ്ടും കറക്റ്റായിട്ട് ബീച്ചാണ്. ജോക്കുട്ടനാണ് ഇപ്പോഴെങ്കിലും അവനെ മനസ്സിലാക്കുന്നത്. 3 ഉത്തരം കറക്റ്റ് ജോക്കുട്ട മാത്രമേ പറഞ്ഞു. അടുത്ത ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. അത് മിക്കവാറും പൊന്നുവിനെ അറിയാമായിരിക്കും. പൊന്നുവാണ് എനിക്ക് ആ പാട്ട് ആദ്യം പറഞ്ഞു തന്നത്. അല്ല. പഴയതുകൊണ്ട് പുതിയതുണ്ട്. ജിയ
ആദ്യം പറഞ്ഞ ജിയമോളാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞ ആൾക്കാണ് അവളെ പോലെ. അടുത്ത ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആൻഡ് നടി. ഓ വെരി ഗുഡ്. നടൻ അതാണ്, ഇനി നടി പോരട്ടെ. തുടങ്ങിക്കോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആൻഡ് ആക്ട്രസ്. ആക്ടർ പറഞ്ഞു അവര് മമ്മൂട്ടി. അല്ല, ആക്ടർ പറഞ്ഞു. ഇനി നടി. എനിക്ക് ഏറ്റവും രണ്ട് ഓ അത് പറയുമെന്ന് തോന്നുന്നില്ല, ഞാൻ പോലും പറഞ്ഞില്ല അതിന്റെ ആൻസർ. രണ്ട് നടിയുണ്ട്. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അല്ലല്ല, ലേഡീസ് ഇല്ലേ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ലേഡീസ്? ഇത്രയും പോണ്ട്, ഇത്തിരി താഴത്തോട്ട് വാ. അല്ല, രംഗ എന്ന് പറഞ്ഞാൽ മറ്റേ ആവേശത്തിലല്ലേ, രംഗണ്ണൻ. അതല്ല. രണ്ട് നടിയുണ്ട്. ടൈം ഔട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട 4 സബ്ജക്ട്. ആ ജീവന്റെ ഫേവറേറ്റ് സബ്ജക്റ്റുകൾ സ്കൂളിലെ സബ്ജക്റ്റ് ആണ്. ഇഷ്ടമല്ലാത്ത 3 ഇഷ്ടമുള്ള 4. അല്ല അതവൻ പറയട്ടെ. സോഷ്യല്, മാത്സ്, ജിഷൻ പറയട്ടെ. ഹിന്ദി ഓക്കെ. ഇഷ്ടമല്ലാത്തത് ശരിയാണോ ജീവ? അത് തെറ്റി. അപ്പൊ അടുത്ത ആള് പറഞ്ഞോ ജെറിക്സ് പറഞ്ഞോ? ആ പോയി. മാത്സ് ഇഷ്ടമാണോ? ഓക്കെ. ആ ജെനിമോള് പറഞ്ഞു നോക്കി. നീ ഇവിടെ വന്നാണ്. ആ സയൻസ്. ഓക്കെ, സയൻസ്. ഓക്കെ. അല്ല, ജെറി പറഞ്ഞാണ്. ജോക്കുട്ടൻ പറഞ്ഞു നോക്കിയാ. ജോക്കുട്ടൻ പറയുവാൻ കറക്റ്റ് ആവും ചിലപ്പോ. വെരി ഗുഡ്. ഇല്ല. ഞാൻ പറയട്ടെ. ആ തെറ്റി. അല്ല, ജിയ പറയട്ടെ. ആ ഇനി ജിയമോള് പറയും. ഇനി ജിയമോള്. മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് ഒരെണ്ണം കൂടി ഇല്ലേ ജീവ? അല്ല, ജിയാണ് 3 കറക്റ്റായി പറഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് ജീവൻ ഉദ്ദേശിച്ചത്. അത് അവള് സയൻസ് ആയിട്ട് പറഞ്ഞല്ലോ. ജിയമോള് പറയട്ടെ. കറക്റ്റ്. ഇഷ്ടല്ല. ഫസ്റ്റ് ജോക്കുട്ടൻ, സെക്കൻഡ് ജിയമോളുണ്ട്, പൊന്നു, ജെറിക്സ്, ജിഷാനും. ജെനിമോളില്ല. ജെനിമോൾ ഇതുവരെ ഇഞ്ചി കടിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കളർ. ഇനി ജീവന്റെ ഫേവറേറ്റ് 2 കളർ. രണ്ടുപേരും പറഞ്ഞേ. ബ്ലൂവും ഗ്രീനും. ജെറിക്സ് പറഞ്ഞോ? ജീവ ശരിയാണ്, ഒരെണ്ണം കറക്റ്റായി. ജിയമോള് പറ. വെയിറ്റ്, തെറ്റി. അതിൽ ഒരെണ്ണം കറക്റ്റാ. ഇനി ചോക്കോട്ടൻ പറ. ആ യെല്ലോ കറക്റ്റാണ്. ആ യെല്ലോയും റെഡും. ഇല്ല അത് മാർക്കില്ല. കാരണം ഇത് ഭയങ്കര ചവറ് പോലെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് ജീവൻകുട്ടിന് അടുത്ത ചോദ്യം ചോദിച്ചോ. പോയിന്റ് പറയണമെങ്കിൽ ജോക്കുട്ടിന് 3 പോയിന്റ്, ജിയമോൾക്ക് 2 പോയിന്റ്, ജെറിക്സിന് 1 പോയിന്റ്, ജിഷാൻ മോന് 1 പോയിന്റ്, ജെനിമോൾക്ക് പോയിന്റ് ഇല്ല കേട്ടോ. ഇനി ജീവൻകുട്ടിന് അടുത്ത ചോദ്യം ചോദിച്ചോ. സങ്കടം വന്ന അവനെ ആരെ വിളിക്കും? ഒരു ടീച്ചറാണ്. സയൻസ് ടീച്ചറാണ്. ഞാൻ പോയിട്ടുള്ളതിൽ വീണ്ടും പോണെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അല്ല, ഓരോരുത്തരും ഓരോ ഓപ്ഷൻ പറയട്ടെ ജീവൻകുട്ടാ. ആദ്യം വാവ പറ. വാവേ ഇല്ല. ഏറ്റവും അടുത്തെത്തി. അതല്ല പറഞ്ഞോ. കറക്റ്റ്. ജീവനെ കൊടൈക്കനാൽ പോയാൽ മതി. ഞാൻ പോയാല് എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി.
ഞാൻ പോയ സ്ഥലത്ത് എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി കാശ്മീരിലെ ഫോട്ടോ ഡൽഹിയിൽ ആ ഡൽഹി പോയതുകൊണ്ട് കാശ്മീർ പോയതുകൊണ്ട് ഏറ്റവും നല്ല നീ കഴിച്ച ഏറ്റവും ഫുഡിന്റെ ഓർമ്മയോ? അല്ല മെമ്മറി. ഡൽഹി ഞാൻ പറഞ്ഞു അത് എനിക്ക് അവിടെ പോയി ഒന്നും കഴിച്ചാട്ടോ. എനിക്കോ ഞാൻ പറഞ്ഞിട്ടോ ജെറിക്ക് പോയിന്റ് അവ 2 പോയിന്റ്. ജെറിക്ക് 2 പോയിന്റ്, ജിഷാന് 2 പോയിന്റ്, ജിയമോൾക്ക് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അല്ല ഞാൻ ഷൈജു ദാമോദരന് ശേഷം ആരെയാണ് ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞിട്ടുള്ളത്? അമ്മേ അല്ലല്ല ഇവന് റെക്കമെൻഡ് ചെയ്ത ചേട്ടനാ ഷൈജു ദാമോദരൻ. ഷൈജു ദാമോദരനെ കണ്ടല്ലോ. അപ്പൊ ഇനി അടുത്തത് അവൻ ആരെയായിരിക്കും കാണാൻ ഇഷ്ടം? ഇന്നലെ കൂടെ ടിവിയിൽ കണ്ടേ ഉള്ളൂ. അല്ല ഏകദേശം ഇന്നലെ നമ്മൾ അയാളെ കണ്ടു. കേരളത്തിലുള്ള ഒരാളാണ്, മലയാളിയാണ്. ക്ലൂ എസ് വെച്ച് ഷൈജു ദാമോദരനെ കണ്ടില്ലേടാ അവൻ. ഇനി കാണാനൊന്നും അവന് ഇഷ്ടം. ഷൈജു ദാമോദരനെ കണ്ടടാ അവൻ. ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്. വേണമെങ്കിൽ ചെറിയ സംഭവം. ക്ലാപ്പ് ചെയ്യഎല്ലാരും. അപ്പൊ ഇത് വെയിറ്റ് ജീവൻ വെയിറ്റ് ഒരു മിനിറ്റ്. ഇതെവിടെ? എല്ലാരും കൈയടിക്കണേ. എന്നെ ഒട്ടും മനസ്സിലാക്കാത്ത ജെരിക്കുട്ടിക്ക് നമ്മൾ പറഞ്ഞ പോലെ ഇഞ്ചി കൈമാറാണ്. ഇനി ഇഞ്ചി കടിക്കണ കാണണ്ടേ ജെനിക്കുട്ടി? ഓ നല്ല എക്സ്പ്രഷൻ. എങ്ങനെയുണ്ട് ജെനിക്കുട്ടി? അടിപൊളിയാണോ? അടിപൊളിയാണെന്ന്. ഓക്കെ തുപ്പിട്ടാ സാരല്ല. ഇനിയെങ്കിലും ചേട്ടനെ കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കണം കേട്ടാ. ഇനി മറ്റുള്ളവർക്ക് സമ്മാനം വേണ്ടേ? മറ്റുള്ളവർക്ക് പ്രോത്സാഹന പ്രോത്സാഹന സമ്മാനം എന്തായിരിക്കുന്നു? കൊടുത്തോ, എല്ലാവർക്കും കൊടുത്തോട്ടാ. ക്ലാപ്പ്. ഈ വരണ 2-ാം തീയതി അതിന്റെ ബ്ലോഗും എന്റെ ചാനലിൽ കൂടെ നമ്മൾ ഇടുന്നതാണ്. ഇവരെല്ലാരും ആരാ ജീവന്റെ കസിൻസ് ആണ്. അപ്പൊ പൊന്നൂന് എന്നെ പ്രഡിഷൻ ഇവൻ ജയിക്കുന്നായിരുന്നു. കാരണം ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ അനിയൻകുട്ടനാ ജയിച്ചേ. ഒട്ടും പ്രതീക്ഷിക്കാതെ ജോക്കുട്ടൻ ജയിച്ചു. അപ്പൊ ഇനി എല്ലാരും കൂടെ ക്ലാപ്പ് ചെയ്തോ. ഇനി എല്ലാരും കൂടെ പറഞ്ഞോ. അപ്പം ഇതെല്ലാരും എന്റെ കസിൻസ് ആണ്. തുടർന്നുള്ള വീഡിയോയില് ഇവരൊക്കെ കാണും. അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ഒക്കെ ചെയ്തേക്കാം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.